ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 1 യോഹന്നാൻ 5:15 നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നു എന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്നും നാം അറിയുന്നു. നമ്മുടെ അപേക്ഷ നാം കരഞ്ഞ് നീറി ദൈവത്തിന്റെ കയ്യിൽ കൊടുത്ത ആ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നു, അവന്റെ ചെവികളിൽ നമ്മുടെ അപേക്ഷ എത്തി എന്ന് നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നാം അറിയണം. നമ്മുടെ കയ്യിലേക്ക് ഒരു പക്ഷേ ആ ചോദിച്ചതിന്റെ വരം കിട്ടിക്കാണില്ല, അനുഗ്രഹം വന്നു ചേർന്ന് കാണില്ല. പക്ഷേ നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നു എന്ന കാര്യത്തിൽ നിനക്ക് സംശയമില്ലെങ്കിൽ, നാം ചോദിച്ച കാര്യത്തിൽ ഒരു തീർപ്പ്, ഒരു തീരുമാനം, ഒരു നന്മ, നമുക്ക് വേണ്ടിയുള്ള ഒരു വിധി തീർപ്പ് സ്വർഗം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലേക്ക് അളന്ന് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മുടെ അപേക്ഷകൾ സ്വർഗസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. നാം ചോദിച്ചതിന്റെ മേലെ ദൈവത്തിന്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മനസ്സിനെ ഉണർത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. നാം ചോദിച്ചതും യാചിച്ചതും കൊടുത്തതും പ്രാർത്ഥിച്ചതും ഒന്നും വെറുതെ ആവുന്നില്ല. അവന്റെ ചെവികളിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീരുമാനവും വിധിയും നന്മയും അവിടുന്ന് വേണ്ട വിധം നൽകും. ആമേൻ. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ അപൂർവമായ, വളരെ വിശേഷപ്പെട്ട ഒരു ശുശ്രൂഷ പരിചയപ്പെടുത്തുകയാണ്. 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ സാന്നിധ്യത്തിൽ ഈശോമിശിഹായെ ആരാധിക്കുന്ന ഒരു അപൂർവ ശുശ്രൂഷ ഈ വരുന്ന ആഗസ്റ്റ് 29-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ 31-ാം തീയതി ശനിയാഴ്ച 2 മണി വരെ നിരന്തരം ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് വിശുദ്ധരോടൊപ്പം അണിചേരാം. നമുക്കറിയാം, വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അവരുടെ ഭൗതിക ശരീരത്തിന്റെ ഭാഗങ്ങളോ അവരുപയോഗിച്ച വസ്തുക്കളുടെ ഭാഗങ്ങളോ ഒക്കെയാണ്. അതൊരു വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിച്ചല്ല, നമുക്ക് മുമ്പിൽ അവരുടെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധരുടെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളായി തിരുശേഷിപ്പുകളെ കണ്ടു വണങ്ങി എന്നാൽ ഏക രക്ഷകനെ ആരാധിക്കാൻ പറ്റിയ അപൂർവമായ ഒരു അവസരം. നമ്മൾ 1, 2, 3, 4 തിരുശേഷിപ്പുകളൊക്കെ കണ്ടു കാണും, കയ്യിലെടുത്ത് കാണാൻ മുത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇത് 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലാണ് ഈ അനുഗ്രഹ ശുശ്രൂഷ. നേരവും സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. വിശദ വിവരങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബ്രദർ മനു കാട്ടടിയാണ് സഭയുടെ അംഗീകാരമുള്ള ഈ തിരുശേഷിപ്പുകൾ ശേഖരിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ചുകൂടി സഭയ്ക്ക് വേണ്ടി, നാടിനു വേണ്ടി ദൈവത്തെ ആരാധിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആമേൻ ആമേൻ.